വടകരയിലെ LDF സ്ഥാനാർത്ഥി MK ഭാസ്കരനാണ് നമ്മോടൊപ്പമുള്ളത്. പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി മണ്ഡലം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ്. ഇത്തവണ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം? ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷം ഇവിടെ വികസന മുരടിപ്പ് തന്നെയായിരുന്നു. ഒരു വികസനവും കാര്യവും നടത്തിയെന്ന് പറയാൻ കഴിയില്ല. ആ ഒരു രീതി വന്നതുകൊണ്ട് അതിന് മാറ്റം തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മാറുക തന്നെ ചെയ്യും. പര്യടന പരിപാടിയുടെ ഭാഗമായി പോയ എല്ലാ സ്ഥലത്തും അനുകൂലമായൊരു ഒരു സമീപനമാണ് ജനങ്ങളിൽ നിന്ന് വോട്ടർമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ TP വധവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് പരിഹരിക്കപ്പെട്ടോ? അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയായി വരുന്നുണ്ടോ? അല്ലാത്ത ആ സമയത്തുണ്ടാവാം. അതിനപ്പുറത്തേക്കൊരു കാര്യം എല്ലാ കാലത്തും കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമല്ല ഇത്, വികസന പ്രവർത്തനങ്ങളുടെ കാര്യമാണ്, രാഷ്ട്രീയമാണ്. അതാത് കാലത്ത് ആ കാര്യങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് പോകും. അല്ലാതെ ഇപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും ഇല്ല. അപ്പം TP ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു അല്ലേ? പക്ഷേ ഇത് UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ശ്രേണി, അതുകൊണ്ട് അധികം നാൾ ആൾക്കൂട്ടം അവിടെ ഉണ്ടാവില്ല എന്നാണോ? അത് അവരുടെ ആശയപരമായ കാര്യത്തിലുള്ള ഒരു നീക്കുപോക്കാണ്. നമ്മളത് കാര്യമായിട്ട് എടുക്കുന്നില്ല. LDF-നെ സംബന്ധിച്ച് LDF-ന്റെ പരിപാടികൾ, LDF-ന്റെ ആശയപ്രചരണം, LDF എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, വികസനക്ഷേമ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അത് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് മണ്ഡലത്തിലെ വികസനത്തിന് ആ മെമ്പർക്ക് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ വോട്ടർമാർ പരിശോധിക്കേണ്ടതാണ്. അല്ല, ഒരുപാട് പോരായ്മകളുണ്ട്. തീർച്ചയായും നല്ല പോരായ്മകളുണ്ട്. എന്ത് വികസനമാണ് കാര്യമായിട്ട് വടകര മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷം വികസനം നടത്തണമെങ്കിൽ വികസനം നടത്താൻ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണ്ടേ? അത് നടത്തിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹാർബറിൽ ചെന്നപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നത്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ എന്താണ് അവിടെ? ഞാൻ കാണുന്നുണ്ട്. ഞാനല്ലല്ലോ പോയത്, അവരാണല്ലോ പോയത്. അവർ പോയപ്പം അവർക്ക് അവിടുന്ന് മോശമായ പ്രതികരണമാണ് ഉണ്ടായെന്ന് കേൾക്കുന്നു. ഞങ്ങൾ പോയപ്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ഹാർബറിലുള്ളത്? ഒരു ഹാർബർ, അതിൻ്റെ സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ. അവിടെ നല്ല റോഡില്ല, നല്ല ലൈറ്റില്ല, സംവിധാനമില്ല. പുളിമൂട്ടിൽ മണ്ണ് വന്ന് കിടക്കുന്നു. അത് വാരി എടുത്താൽ മാത്രമേ ബോട്ട് അടുപ്പിക്കാൻ സാധിക്കുള്ളൂ. പ്രാഥമിക സൗകര്യങ്ങളില്ല. 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന അവിടെ എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കേണ്ട സൗകര്യമില്ല. പിന്നെ എങ്ങനെയാണ് അത്? ആകെ അടിമുടി പുനഃസംവിധാനം ചെയ്താലേ അവിടുത്തെ തൊഴിലാളികൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ, മത്സ്യവിതരണ തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ഇവർക്കെല്ലാം പ്രയാസങ്ങളല്ലേ? അതാകെ പോയി കിടക്കുകയാണ്. ഈ നിങ്ങൾ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നാണ് MLA അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി പറയുന്നത്. താങ്കളടക്കം ആ പ്രചാരണം ഏറ്റുപിടിക്കുന്നുവെന്നും പറയുന്നുണ്ട്. അതിൽ വാസ്തവം ഉണ്ടെന്നാണ് താങ്കൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത്? അല്ല, ഞങ്ങൾ പ്രചരണം നടത്തുക, ഞങ്ങളെ ഇഷ്ടംപോലെ പ്രചരണം നടത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത, ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ ധാരാളം കിടക്കുന്നു. പിന്നെ എന്തിനാ നുണപ്രചരണം നടത്തുന്ന? അതിൻ്റെ ആവശ്യമില്ല. അത് അവർ നടത്തുന്നുണ്ടോ എന്നുള്ള അവർ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സാണ് ഞങ്ങൾ പഠിക്കുന്നത്. ജനങ്ങൾ ആദ്യം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വന്നിട്ടുള്ള കാര്യം എന്താണ്? പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പം അത് മനസ്സിലാക്കി ജനങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുന്നില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല രൂപത്തിൽ കിഫ്ബി ഉണ്ടാക്കി 1,00,000 കോടിയുടെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖം, മലയോര ഹൈവേ, കടലോര ഹൈവേ, നാഷണൽ ഹൈവേ, ഈ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ ജനത്തിൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ആൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് ധാരാളം പറയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നുണപ്രചരണം നടത്തേണ്ട കാര്യമില്ല. വോട്ടർമാർ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ SDP പലയിടങ്ങളിലും മത്സരിക്കുന്നു, ചിലയിടങ്ങളിൽ മത്സരിക്കുന്നില്ല. പക്ഷേ വടകരയിൽ മത്സരിക്കുന്നുണ്ട്. അത് ഈ UDF സ്ഥാനാർത്ഥിയുടെ സാധ്യതകളെ അട്ടിമറിക്കാനാണ്. പരസ്യമായി ഇവിടെ LDF-ഉം SDP-യുമായി പലയിടത്തും അഴിയൂരിലടക്കം ബന്ധമുണ്ടെന്നൊക്കെയാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ടോ? അവരുടെ സാധ്യതകളെ ഇല്ലാതാക്കാനാണ് ഇവിടെ SDP മത്സരിക്കുന്നത്. അതെങ്ങനെയാണ് അവരായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞങ്ങൾ പറയുക? അത് പറഞ്ഞു കേൾക്കുന്നു. ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം വോട്ട് ചെയ്യും. ഇന്നേ വോട്ടൊന്നുമില്ലല്ലോ. വോട്ടെല്ലാം നല്ല വോട്ടല്ലേ? ബൾക്കായിട്ടൊരു സംഘടന വോട്ട് വന്നിട്ട് മറിക്കുന്നില്ലല്ലോ. പണ്ട് ഇങ്ങനെയുണ്ട് പറയുന്നത്, നമ്മൾ ടിക്കറ്റ് എടുക്കാതെ വണ്ടി എടുക്കാരിയല്ലേ, കള്ളവണ്ടിക്കാരി എന്ന് പറയാം. യഥാർത്ഥത്തിൽ നല്ല വണ്ടിയല്ലേ?
അതിൽ ടിക്കറ്റ് എടുക്കാതെ കയറുന്നവനല്ലേ മോശക്കാരൻ. വോട്ടിന് പ്രശ്നമൊന്നുമില്ല. വോട്ട് തെറ്റായ രൂപത്തിൽ പ്രയോജനപ്പെടുന്നതാണ് മോശക്കാർ. ഞങ്ങളെടുത്തെത്തുമ്പോൾ അത് ജനാധിപത്യ മതേതരത്വ മൂല്യമുള്ള വോട്ടായി മാറുന്നുണ്ട് ആര് ചെയ്താലും. ഈ താങ്കൾ ഒരു നിമിത്തമായി മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം താങ്കൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് CPM എന്നൊരു വിഭാഗം പുറത്തേക്ക് പോകുന്നതും പിന്നീട് പാർട്ടി രൂപീകരണം RMP എന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടായത് അങ്ങനെ ആണ്. അപ്പോൾ അങ്ങനെ ഒരു നിമിത്തം അതല്ല, അങ്ങനെയല്ലത്. ആ വർഷം ഞാൻ 2005 പ്രസിഡന്റാവും ഒറ്റയ്ക്ക് 19 സീറ്റിൽ 16 സീറ്റും നേടുമെന്നിരിക്കെ പാർട്ടി നേതൃത്വം LDF നേതൃത്വം ഇടപെട്ടിട്ട് പകുതി വർഷം 2.5 വർഷം ഇതാക്കി. ആ 2.5 വർഷം കഴിഞ്ഞപ്പോൾ അത് വിട്ടുതരാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ CPM പറഞ്ഞ വാക്ക് പാലിക്കാൻ അവർ ചില നടപടികളെടുത്തു. അല്ലാതെ ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞങ്ങളിപ്പം 2.5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രസിഡൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാൽ തരണ്ടേ? അങ്ങനെ തരാൻ കൂട്ടാക്കാതെ വന്നാൽ ആ പാർട്ടി അതിൻ്റെ നടപടി എടുക്കുന്ന അത്രയേ ഉള്ളൂ. ഞങ്ങളത് നിമിത്തമായി എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതങ്ങനെ വന്നു സംഭവിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ തീരുമാനമായിരുന്നു. രാഷ്ട്രീയമായ തീരുമാനം. CPM-ഉം ഞങ്ങളെടുത്ത ജെന്റിൽമെൻ ടോക്കാണ് രാഷ്ട്രീയമായ തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനത്തിന് CPM-ന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ മുറിവുകളൊക്കെ ഉണങ്ങുന്നു അല്ലേ? ഇപ്പം അതൊന്നും പ്രശ്നമില്ല. CPM-ൽ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപാർട്ടി ആ രൂപത്തിലുള്ള ഒരു പ്രശ്നവും CPM-ലില്ല. LDF ഐക്യത്തോടുകൂടി ഇതുവരെ കാണാത്ത യോജിപ്പാണ് ഇപ്പം ഇടതുപക്ഷ മുന്നണിയിലുള്ളത്. നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മണ്ഡലം തിരിച്ചു പിടിക്കും. എന്താ സംശയം? ഒരു സംശയമില്ല. 100% ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്തായാലും ഞങ്ങളുടെ കൂടെയാണ്. എന്തായാലും 100% മണ്ഡലം തിരിച്ചു പിടിക്കും. വോട്ടർമാർ ഒപ്പമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുന്നണിക്ക് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.